ഡോക്ടർ എ സമ്പത്ത് വളരെ സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്ന് നമ്മൾ കരുതിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പക്ഷേ നിശബ്ദ പ്രചരണത്തിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ വരുന്ന വാർത്തകൾ ഇത്തരം ഭക്ഷ്യക്കിറ്റിന്റെയും വോട്ടിന്റെയും ഒക്കെയാണ്. അവസാന മിനിറ്റുകളിൽ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നവരാണോ കേരളത്തിലെ വോട്ടർമാർ? കേരളത്തിലെ സമ്മതിദായകർ പൊതുവിൽ അവർ വിവേകത്തോടു കൂടിയും തങ്ങളുടെ സമ്മതിദാനാവകാശം ഈ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക നീതിയും രാഷ്ട്രീയ നീതിയും ഉറപ്പുവരുത്തുന്നതിനും നിലനിർത്തുന്നതിനും ഭരണഘടന അനുശാസിക്കുന്ന നിലയിലുള്ള ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് ദ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന്. അതിനെല്ലാം വലിയ അർത്ഥതലങ്ങളാണുള്ളത്. അത് വെറും വാക്കുകൾ മാത്രമൊന്നുമല്ല. കേരളം രാഷ്ട്രീയമായി വളരെ ബോധനിലവാരമുള്ള ഒരു സംസ്ഥാനമാണ്. അത് ഈ മലയാളക്കര അത് നമ്മൾ ഐക്യകേരള സംസ്ഥാനമാകുന്ന വേളയിൽ തന്നെ പഴയ തിരുക്കൊച്ചി അപ്പുറത്ത് മലബാർ എന്നൊക്കെ ഉള്ളത് നമ്മളൊരു സംസ്ഥാനമായി രൂപീകൃതമാകുമ്പോൾ മുതൽ പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റിയും വളരെ കൂടുതലാണ് കേരളത്തെ സംബന്ധിച്ച്. എന്നാൽ അതൊരു വൈകാരികമായ നിലയിലേക്ക് പോകുന്നതല്ല. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് അവർ ഈ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തുന്നതാണ്. കേരളത്തിൻ്റെ പൊതുബോധമണ്ഡലം എന്നുള്ളത് ഒരു ഇടതുപക്ഷ അനുഭാവ ബോധമണ്ഡലമാണ്. അതായത് ഞാനീ ഉദ്ദേശിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതുന്നവരും പ്രവർത്തിക്കുന്നവരും നേതാക്കളും എന്നുള്ളത് മാത്രമല്ല, രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവരായിട്ടുള്ളവർ പോലും പലപ്പോഴും ഈ ഇടതുപക്ഷ സ്വഭാവം അവർക്ക് കൈക്കൊള്ളേണ്ടതായി വരും. അത് കേരളത്തിൻ്റെ പുരോഗമന ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഇത്തരത്തിൽ പണത്തിൻ്റെ കുത്തൊഴുക്ക്, പിന്നെ അതുപോലെ തന്നെ ചില ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ പിന്നെ ഈ വസ്ത്രങ്ങൾ, ഇങ്ങനെയൊക്കെ പലതും നമ്മൾ ഉത്തരേന്ത്യയിലെല്ലാം വല്ലാതെ കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം വാസ്തവത്തിൽ അങ്ങനെ നൽകാനായി കഴിയുന്നെങ്കിൽ, ഞാനിപ്പോൾ ഇത് പറയുന്നത് ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് ചുരുക്കാം അസിത. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ സമൂലമായ പരിഷ്കരണം വേണം എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആവശ്യപ്പെട്ട പാർട്ടിയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നീട് CPIM. ഇക്കാര്യത്തെ സംബന്ധിച്ച് വിശദമായ ചർച്ച അഖിലേന്ത്യാ തലത്തിൽ EMS CPIMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അതിനുവേണ്ടി തുടക്കവും കുറിച്ചതാണ്. പല രാഷ്ട്രങ്ങളിലും ഇത് സ്റ്റേറ്റ് ഫണ്ടിങ് ആണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനായി പോയി പണം സംഭരിക്കുക, പണം ചെലവഴിക്കുക എന്നുള്ളതല്ല. ഇതെല്ലാം കൃത്യമായി തന്നെ അത് ആ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ടതിനെ സംബന്ധിച്ച് ഇത് ഒരു ഭാഗം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജർമ്മനി പോലുള്ള പല രാഷ്ട്രങ്ങളിലും അത്തരത്തിൽ ഇതെല്ലാം സ്റ്റേറ്റ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിധത്തിൽ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതല്ല. ഇവിടെ ഇപ്പോൾ അസിത പറഞ്ഞതുപോലെ ഇത് പ്രഥമ വിവര റിപ്പോർട്ട് എടുത്തു അല്ലെങ്കിൽ കേസ് എടുക്കുന്നു അത്തരം കാര്യങ്ങളിലേക്കുള്ളതിൻ്റെ അല്ല. ഇതിലെ വലിയ അപകടം എന്താണെന്നറിയാം. അതിൽ അപകടം എന്നുള്ളത് ഈ മയക്കുമരുന്നുകൾ അത് ഈ ചില ഈ കൗമാരപ്രായക്കാരും യൗവനത്തിലേക്ക് കിടക്കുന്നവരും ഒരു ജസ്റ്റ് ഫോർ കമ്പനി സേക്ക് എന്ന് പറയുന്നത് പോലെ ഒന്ന് പരിശോധിച്ചുകൂടെ എന്നുള്ളത് പോലെ, വൈ ഡോണ്ട് യു ടേസ്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് വൺസ് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ, അങ്ങനെ ആയാൽ അതിലേക്ക് തന്നെ അഗാധമായ കൊക്കയിലേക്ക് ആണ്ടുപോകുന്നത് പോലെ ഈ അഴിമതിക്ക് വിധേയമായാൽ, അഴിമതിക്ക് അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഴിമതിക്ക് അത്തരത്തിൽ ഈ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകരും വിധേയരായാൽ ഈ അഴിമതിക്കുള്ളൊരു ഒരു 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 ത്വര, ക്രേവ് എന്ന് പറയാം ഇംഗ്ലീഷിൽ, ദ ക്രേവ് ഫോർ കറപ്ഷൻ, ഇത് ഈ സമ്മതിദായകരിലും ഇത്തരത്തിൽ പലയിടങ്ങളിലും ഇത് സംഭവിച്ചുകൂടാതെ ഇല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നുവോ അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയാതെ പോകുന്നോ എന്നുള്ളതിൻ്റെ അല്ല, ഇത് ഇത്തരത്തിൽ നൽകപ്പെടുമ്പോൾ പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത് ലഭിച്ച ആളുകളെ സംബന്ധിച്ച് അവർ ഇന്നതാണല്ലോ നൽകുന്നത്, നിങ്ങളെന്താ നൽകുന്നത്, അവരെന്താണ് നൽകുന്നത് എന്നുള്ള നിലയിലേക്ക് ഒരു ത്വര സ്വാഭാവികമായി ഉണ്ടാവും. അതായത് നേരായ രീതിയിലുള്ള സമ്മതിദാനാവകാശ വിനിയോഗത്തിന് തൻ്റെ മനസ്സിനെ അത്തരത്തിൽ സ്വതന്ത്രമായി വിനിയോഗിക്കുന്നതിന് പകരം രാഷ്ട്രീയമായ അബദ്ധസഞ്ചാരത്തിൻ്റെ അബദ്ധക്കുഴികളിലേക്ക് ചെന്ന് വീഴാനായി അവർ ഈ വിധത്തിൽ സ്വമേധയ അല്ലെങ്കിലും ഇങ്ങനെ അത് തയ്യാറായേക്കും. ഞാനത് എന്താ പറയുന്നതെന്നറിയാം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ഇപ്പോൾ മുമ്പ് പല ചർച്ചകളും ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കോൺഗ്രസ്സുകാരുമായിട്ടും BJPക്കാരുമായിട്ടുമുള്ള തർക്കങ്ങൾ പലതും നടക്കുമ്പോൾ അതിൽ ചോദിക്കാറുള്ളൊരു പല ഗവൺമെൻറ്റുകളും അട്ടിമറിക്കപ്പെട്ടത് അത്തരത്തിൽ ജനങ്ങളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ, ആരെങ്കിലും പാർട്ടി മാറിപ്പോയതിനെ സംബന്ധിച്ചാൽ പ്രതിനിധികളായി ഇരിക്കുന്ന വേളയിൽ തന്നെ അത്തരത്തിൽ തൻ്റെ ഈ താൻ കൂടി ഉൾപ്പെടുന്ന മുന്നണിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, അത്തരത്തിൽ അധികാരം അപ്പുറത്തേക്ക് നൽകുന്നതിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് സിംപ്ലി ഒരു ആയാറാം ഗയാറാംമാരുടെ മാത്രം കഥയല്ല. അവിടെ നിന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എവിടെയാണ്?
സൂററ്റ് എന്ന ഒരു ലോക്സഭാ മണ്ഡലം ആം ആദ്മി പാർട്ടി ആ ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനോട് ആവശ്യപ്പെടുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് മത്സരിക്കാൻ ഇത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ മണ്ഡലം കോൺഗ്രസ് തന്നെ അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. മുമ്പ് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്നതായ ഒരു മണ്ഡലം കൂടിയാണെന്നുള്ളത് ശരി. ഡോക്ടറെ സംബന്ധിച്ച് നമുക്ക് അതിലേക്ക് വരാം. അത് പ്രത്യേകം തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോയിട്ട് ഞാൻ അങ്ങേലേക്ക് മടങ്ങി വരാം. അതിൽ താങ്കൾ പറയേണ്ട പോയിന്റ് വളരെ ക്ലിയർ ആയി പറയുകയും ചെയ്തിട്ടുണ്ട്.